വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ. ഏതുതരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ്. മഞ്ജുവിന്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെക്കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത്. അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത്. രണ്ടാം വരവിലും നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത്. ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത്. തന്റെ സ്വപ്നങ്ങളും നടക്കാതെ പോയ ആഗ്രഹങ്ങളുമൊക്കെ നേടിയെടുക്കുന്ന തിരക്കിലും സന്തോഷത്തിലുമാണ് നടി. മുമ്പും നടിയുടെ സൗന്ദര്യവും ചെറുപ്പവും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. മഞ്ജു വാര്യർ ചെറുപ്പം തോന്നിക്കാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടോ, സർജറി നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. നടിയുടെ മുഖത്ത് കാണുന്ന പ്രകടമായ മാറ്റമാണ് ഇതിന് കാരണം. മൂക്കിന് വന്ന മാറ്റവും പലരും എടുത്തു പറയാറുണ്ട്. ഇപ്പോഴിതാ മുമ്പൊരിക്കൽ ഇതേക്കുറിച്ച് ഒരു കോസ്മെറ്റോളജിസ്റ്റ് സംസാരിച്ച വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ശിഖ സംഘവി എന്ന കോസ്മെറ്റോളജിസ്റ്റാണ് മഞ്ജുവിന്റെ മുഖ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. പ്ലാസ്റ്റിക് സർജറികളൊന്നും മഞ്ജു ചെയ്തിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി. അതേസമയം നോൺ സർജിക്കലായ ബോട്ടോക്സ്, ഹില്ലേഴ്സ് എന്ന സൗന്ദര്യവർദ്ധക മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും കോസ്മെറ്റോളജിസ്റ്റ് പറഞ്ഞു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നിരവധി കമന്റുകളാണ് വന്നത്. മഞ്ജു സ്കിൻ ലൈറ്റനിങ് ചെയ്തിട്ടുണ്ടെന്ന് പലരും വാദിച്ചു. മുഖത്ത് വന്ന മറ്റു മാറ്റങ്ങളും ചിലർ ചൂണ്ടിക്കാട്ടി. കവിളിൽ വന്ന മാറ്റവും ഇവർ എടുത്തു പറയുന്നു. എന്നാൽ അത് വണ്ണം കുറഞ്ഞതുകൊണ്ട് വന്ന മാറ്റമാണെന്നാണ് കോസ്മെറ്റോളജിസ്റ്റ് പറയുന്നത്. നടി എന്നതിനൊപ്പം ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് മഞ്ജു വാര്യർ. നടി വണ്ണം കൂടാതിരിക്കുന്നതിന് കാരണം ഡാൻസ് പരിശീലനമാവാമെന്നും ചിലർ പറയുന്നു. പുറമേയുള്ള സൗന്ദര്യത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും മനസ്സിന്റെ സന്തോഷമാണ് പ്രധാനമെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ് നടി ജർമ്മനിയിൽ പോയി പ്ലാസ്റ്റിക് സർജറി നടത്തി എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. സർജറിയാണ് സൗന്ദര്യത്തിന്റെ രഹസ്യമെന്നും ചിലർ പറയുന്നുണ്ട്. മുൻപും ഇത്തരത്തിൽ വാർത്തകൾ പരന്നതോടെ ഇതിനുള്ള മറുപടി മഞ്ജു തന്നെ പറഞ്ഞിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എങ്ങാണ്ട് പോയതാണ്, അല്ലാതെ ഞാൻ ജർമ്മനി കണ്ടിട്ട് കൂടിയില്ല. ലോക്ക്ഡൌൺ സമയത്ത് സമാധാനത്തോടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത്. അതേസമയം മഞ്ജു വാര്യർക്ക് സമീപകാലത്ത് വലിയ ഹിറ്റുകളോ റിലീസുകളോ ഇല്ല. വെള്ളരിപ്പട്ടണമാണ് മഞ്ജുവിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ. തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാൻ, മിസ്റ്റർ എക്സ്, വിടുതലൈ പാർട്ട് 2 എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിലുള്ളത്. ഹിന്ദിയിൽ അമിക്രി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ട്.